ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൗത്രം സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മളെ വിക്രം വേദമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകുമാർ എന്ന് പറയുന്ന ശ്രീകാര്യ ശ്രീനിവാസൻ്റെ അനന്തരവനാണ് ഈ മയക്കുമരുന്ന് കേസിൽ വിക്രമിനെ അച്ഛൻ കുടുക്കിയെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം വളരെയധികം അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസ ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, സാറിൻ്റെ അനന്തരവനാണ് ഈ കേസിലെല്ലാം കളിച്ചതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് വിക്രം വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിക്രം ചോദിക്കുകയാണ്, വേദ ഞാൻ പറഞ്ഞ കാര്യം എന്താ, വിനായകൻ ചേട്ടൻ്റെ കാര്യം ഇവിടെ ആരും അറിയരുത്, അതെനിക്ക് വാക്ക് തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാനൊരു വാക്ക് തന്നാൽ അത് വാക്ക് തരുന്ന പോലെ ഞാൻ പ്രവർത്തിക്കേണ്ടത്, പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ വാക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞ് നേരെ വിക്രം പിറ്റേന്ന് രാവിലെ തന്നെ ശ്രീനിസാനെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് ശ്രീകുമാറിൻ്റെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനിസ പറയുകയാണ്, എനിക്ക് മനസ്സിലായി വിക്രം എന്നെങ്കിലും ഇതൊക്കെ അറിയുമെന്നും വേദ പറയുമെന്നും. അപ്പോൾ വേദയുടെ ഉദ്ദേശമാണല്ലോ നമ്മളെ തമ്മിൽ തെറ്റിക്കാനെന്നുള്ളത്. പക്ഷേ വേദ വിചാരിക്കുന്ന പോലെയല്ല. ശ്രീകുമാർ എന്ന് പറയുന്നത് എൻ്റെ അനന്തരം തന്നെയാണ്. പക്ഷേ എൻ്റെ സഹോദരിയായിട്ട് ഞാൻ അത്ര നേരെ ചൊവ്വയല്ല, ചെറിയ പിണക്കങ്ങളൊക്കെയാണ്. പക്ഷേ ശ്രീകുമാറിന് എന്നോട് വലിയ സ്നേഹമാണ്. അവൾ എന്നെ റോൾ മോഡലാക്കിയാണ് അവൻ ജീവിച്ചത്. അങ്ങനെ അവന് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടുകാർക്കൊന്നും അത് ഇഷ്ടമല്ല, അവൻ്റെ അച്ഛനും എൻ്റെ സഹോദരിക്കൊന്നും. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം അവനെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. പിന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവ സ്പിരിറ്റിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ലോകത്ത് ചെന്ന് എത്തപ്പെടുകയും കോളേജിലെല്ലാം അത് സപ്ലൈ ചെയ്യുന്ന ഒരു മേഖലയിലൊക്കെ ആവുകയാണ് ചെയ്തത്. അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിക്രമിൻ്റെ വീട്ടുകാരെയാണ് അവൻ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നും പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വിക്രം ചോദിക്കുകയാണ്, അപ്പോൾ സാർ വിനായകൻ ചേട്ടൻ്റെ കേസ് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എന്താണെന്ന് ചോദിക്കുകയാണ്. അതായത് ശ്രീകുമാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉദ്ദേശം നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുത്ത വിനായകൻ ചേട്ടനാണ്. അപ്പോൾ ആ കാര്യങ്ങൾ സാറിന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല വിക്രം, നീ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായെന്നൊക്കെ ശ്രീനിസ പറയുകയാണ്. അതുള്ളതാണോ കള്ളോ എന്ന് അറിയില്ല. അപ്പോൾ വിക്രം പറയുകയാണ്, എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി സാർ പറഞ്ഞ വാക്ക് എനിക്ക് വിശ്വാസമാണ് സാർ, ഇനി അതൊരിക്കലും തിരിച്ച് മാറ്റി പറയില്ല എന്നുള്ള എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ശ്രീനിസ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞ് വേദ കുറച്ച് പെയിൻറ്റൊക്കെ വാങ്ങി ഓട്ടോയിൽ വന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് ശ്രീജയുടെ സഹായത്തോടെ അവിടെ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുകയാണ്, ഇതൊക്കെ എന്തിനാണ്? ശ്രീജയുടെ എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഇതൊക്കെ പെയിൻ്റ് അടിക്കാനാണ്, ഈ ചായ്പ് കിടക്കുന്ന കണ്ടില്ല, എന്നും ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കണം. അച്ഛറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് ചോദിക്കുകയാണ്. അച്ഛനൊന്നും പറയില്ല എന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ആ സമയം വിശ്വ അവിടേക്ക് വരികയാണ്. എന്താ ശ്രീജയെ പെയിൻ്റൊക്കെ ആയിട്ട്? അപ്പോൾ വേദ അതിനുള്ള മറുപടിയൊക്കെ പറയുകയാണ്. ഇവിടെ പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചു, എന്നും ഇങ്ങനെ ഇട്ടാൽ മതിയോ വിശ്വേട്ടനൊക്കെ ചോദിക്കണം. നല്ല കാര്യമാണെന്ന് പറയുകയാണ് വിശ്വം. അപ്പോൾ വിശ്വേട്ടനെ പെയിൻറ്റർ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കുകയാണ്. പെയിൻറ്റർമാരുടെ ആവശ്യം എന്തിനാണ്, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതെന്നൊക്കെ പറയുകയാണ്. എങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമെന്ന് ശ്രീജയും പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ നന്ദിനി വരികയാണ്. നിങ്ങൾ എന്താണ് പെയിൻ്റൊക്കെ ആയിട്ട് നിൽക്കുന്നത്? അത് നമ്മൾ ഈ ചായ്പ് നന്നാക്കാമെന്ന് വിചാരിച്ചു. നല്ല ശൈലി തന്നെ, അച്ഛൻ അറിഞ്ഞാൽ എല്ലാവരും റെഡിയാക്കും എന്നൊക്കെ പറയുകയാണ്. അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിൽ തൊട്ട് പോകരുതെന്ന്. അപ്പോൾ വേദ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്താലോ എന്നൊക്കെ വേദ പറയുകയാണ്. എന്നിട്ട് നന്ദിനി ഓടിച്ചെന്ന് മാഷിനോടും കമലയോടും പറഞ്ഞു കൊടുക്കുകയാണ്. അവർ പറമ്പിൽ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് അച്ഛന് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിടെ വേദ കുറേ പെയിൻറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ്പ നന്നാക്കി എടുക്കാനാണ് ഉദ്ദേശമെന്ന് തോന്നുന്നു. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ, പക്ഷേ അവരുടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതൊക്കെ പറയുകയാണ്. വിനായകൻ ചേട്ടൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞതേ ഉള്ളൂ ചായ്പൊക്കെ അച്ഛൻ്റെ അനുമതി കിട്ടിയെങ്കിൽ ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു അച്ഛൻ്റെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യേണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, മാഷെ എത്രയായാലും അത് ശരിയാക്കി എടുക്കുന്നതല്ലേ നല്ലത്, എന്തിനാണ് ഈ വാശി ദേഷ്യമൊക്കെ കാണിക്കുന്നതെന്നും പറയുകയാണ്. എന്നിട്ട് മാഷ് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം ഉരച്ചും കഴുകിയൊക്കെ പെയിൻ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ മാഷിനെ കണ്ടത് എല്ലാവരും ഒന്ന് പരുങ്ങുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, ഞാനാണ് പെയിൻ്റ് എല്ലാം വാങ്ങിയിട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ്. ഇവരാരും ഒന്നിനും ഇടപെട്ടില്ല, ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്നും പറയുകയാണ്. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇത്രയും നാളായിട്ട് ഇങ്ങനെ കിടക്കിയില്ലേ, അപ്പോൾ എൻ്റെ മക്കളിൽ ആരെങ്കിലും ശരിയാക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ആരും ശരിയാക്കിയില്ല. ഞാൻ അന്ന് ദേഷ്യത്തിൽ എന്തൊക്കെ പറഞ്ഞല്ലേ, പിന്നീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിയാക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ്. പിന്നെ നന്ദിനി വന്ന് നിങ്ങളിവിടെ പെയിൻ്റ് അടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നെന്നും പറയുകയാണ്.
പിന്നെ വിശ്വം ഇതിലോട്ടൊക്കെ മുന്നിട്ടിറങ്ങിയ വലിയ സന്തോഷമുണ്ടെന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ വിശ്വത്തിന് വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി പണി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ശ്രീനിസാനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ പുള്ളിക്കൻ ശ്രീകാന്തിനെ കാണുമ്പോൾ അന്തം വിടുകയാണ്. ഈശ്വര, ഇനി എൻ്റെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടാണോ ഇയാൾ വരുന്നതെന്ന്. അപ്പോൾ എന്നിട്ട് നേരെ പുള്ളിക്കൻ ചെന്ന് ശ്രീനിസാനോട് അനുമതി ചോദിക്കുകയാണ് ശ്രീകാന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വരാനായിട്ട് പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് അപ്പോൾ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ തൊഴിലാളി സമരം നിങ്ങൾ വിചാരിച്ച പോലെ അത്ര നീണ്ടു നിന്നില്ലല്ലേ? പാർട്ടിക്കാർക്ക് എപ്പോഴും തൊഴിലാളി സമരം ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണല്ലോ നല്ലത്. അതൊരു കണക്കിന് വേദം ഒന്ന് അവസാനിപ്പിച്ച് എനിക്ക് നല്ലതായെന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വന്നത്, ഞാനും വാസവൻ MLA ആയിട്ട് ചില കാര്യങ്ങൾ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നേക്കുമായിട്ട് വിക്രമിനെ ഒഴിവാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും. വേദ നിങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന ശ്രീധരൻ തേരാട്ടിൻ്റെ കേസില്ല, അത് ഞാൻ അവളെ കൊണ്ട് എന്നെ പിൻവലിപ്പിച്ചു എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ വേദയിൽ നിന്ന് പിൻവലിച്ചാൽ പിന്നെ ശ്രീധരൻ വേറെ വക്കീലിനെ കണ്ട് കേസ് കൊടുക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മണ്ടനാവാം, പക്ഷേ നിങ്ങളെപ്പോലെ ആകരുതെന്നൊക്കെ ശ്രീനിസാർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ വിക്രമിനെ ഒരുപാട് നാളായിട്ട് കാണുന്നതാണ്, അവനെ ഞാൻ ഒഴിവാക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയുകയാണ്. നിങ്ങളെയൊക്കെ സന്തോഷത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ വിക്രമിനെ ബലിയാടാക്കാനായിട്ട് ഒരിക്കലും പോകുന്നില്ല, അത് വാസവനോട് പറഞ്ഞേക്കാനും ശ്രീനിസ പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് ഇതൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ പോകാനായിട്ട് നിന്നപ്പോൾ പുള്ളിക്കാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല താൻ സമാനമായിട്ട് ഇരിക്കുന്ന പറയണം. അപ്പോൾ ശ്രീനിസ വരികയാണ് അവിടെ. അപ്പോൾ ശ്രീകാന്ത്, എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്ടി പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന രഹസ്യ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശ്രീകാന്ത് അറിയുന്നതെന്ന്. അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു പാലമായിട്ട് അത് മുന്നോട്ട് പോകുന്നതല്ലേ സാർ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് പുള്ളിക്കിനോട് പറയുകയാണ്, അപ്പോൾ പുള്ളിക്ക് അത് നീ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഞാൻ വളരെയധികം പരിഭ്രാന്തിപ്പെടുകയാണ്. ഈശ്വര, ഇനി എന്നെ വല്ല ഒറ്റ കൊടുക്കുമോ എന്തോന്നുള്ള രീതിയിൽ ഈശ്വരനൊക്കെ വിളിച്ച് വളരെയധികം വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. Thank you.